പാർട്ടി സംസ്ഥാന കമ്മിറ്റി സഖാവ് കെ രാധാകൃഷ്ണൻ എംപിയുടെ അധ്യക്ഷതയിൽ ചേർന്നു. കേന്ദ്ര കമ്മിറ്റി തീരുമാനങ്ങൾ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് എം.എ. ബേബി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു. PB അംഗങ്ങളായ സഖാക്കൾ പിണറായി വിജയൻ, A. വിജയരാഘവൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. സെൻട്രൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ മേലെ നടന്ന ചർച്ചയ്ക്ക് ശേഷം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച റിവ്യൂ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്ത് അംഗീകരിച്ചു. തെരഞ്ഞെടുപ്പിൽ UDF-ന് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വോട്ട് കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് ലഭിച്ച വോട്ട് 78,527 ആയിരുന്നു. അതിപ്പോഴ് 77,737 ചുരുങ്ങുകയാണ് ചെയ്തത്. 790 വോട്ട് അവർക്ക് കുറയുകയാണ് ചെയ്തത്. ഇങ്ങനെ കുറഞ്ഞു എന്ന് മാത്രം പറഞ്ഞാൽ അതിന്റെ ഗൗരവം പൂർണ്ണമാവില്ല. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് ലീഗ് വർഗീയമായ പ്രചരണം നടത്തുകയും UDF അതിന്റെ പൂർണ്ണ പിന്തുണയോടെ ഇതിന്റെ ഭാഗവാക്കായി നിൽക്കുകയും ചെയ്തിട്ടും UDF-ന് വോട്ട് കുറഞ്ഞു എന്നുള്ളത് പ്രഥമാദൃഷ്ട്യാ തന്നെ വളരെ ഗൗരവമുള്ള ഒന്നാണ്. ഇതിന്റെ പുറമെ SDPIക്ക് കഴിഞ്ഞ പ്രാവശ്യം 4,751 വോട്ട് ലഭിച്ചിരുന്നു. ഇപ്രാവശ്യം അത് 2,072 ചുരുങ്ങുകയാണ് ചെയ്തത്. SDPIയുടെ വോട്ടും UDF-ന്റെ പെട്ടിയിലാണ് വന്നു ചേർന്നത് എന്ന് എല്ലാവർക്കും അറിയാം. BJP സ്ഥാനാർത്ഥി തന്നെ വോട്ടുകൾ എണ്ണുന്നതിന് മുമ്പ് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ BJP വോട്ട് UDF-ന് നൽകിയിട്ടുണ്ട് എന്ന് പത്രസമ്മേളനത്തിൽ പരസ്യമായിട്ട് പറയുന്ന നില ഉണ്ടായിട്ടുണ്ട്. ആ വോട്ടുകളും UDF-ന് അനുകൂലമായിട്ട് ലഭിച്ച പട്ടികയിൽ വരും. BJPക്ക് അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് തട്ടിച്ചു നോക്കിയാൽ 12,824 വോട്ട് ഉണ്ടായിരുന്നതാണ്. ഇപ്പോഴും 8,648 വോട്ടായിട്ടാണ് അത് ചുരുങ്ങിയത്. ഇത്തരം എല്ലാ വോട്ടുകളും ചേർന്നിട്ടും UDF-ന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടുകൾ ലഭിച്ചില്ല എന്നത് ജനപിന്തുണ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ തോറ്റ സന്ദർഭത്തിലുള്ളതിനേക്കാൾ കുറഞ്ഞിരിക്കുന്നു. അതിന്റെ ലക്ഷണമാണ് ഇത്. വർഗീയ ശക്തികളുമായി കൂട്ടുകൂടിയിട്ടും UDF-ന്റെ വോട്ട് കുറഞ്ഞിരിക്കുന്നു എന്നത് വ്യക്തമാക്കുന്നത് അവർ കൊട്ടിഘോഷിച്ച് നിങ്ങൾ ഉൾപ്പെടെ പലരും ഭരണവിരുദ്ധ വികാരം അതാണ് പ്രതിഫലിച്ചത് എന്നൊക്കെ മാധ്യമങ്ങളും UDF-ഉം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം യഥാർത്ഥത്തിന് നിരക്കുന്നതല്ല എന്ന് ഈ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരത്തിന്റെ ഭാഗമായി ഒരു വോട്ട് പോലും UDF-ന് അനുകൂലമായി
ലഭിച്ചില്ല എന്ന് മാത്രമല്ല, എല്ലാ വർഗീയ ശക്തികളും കൂടി ചേർന്നിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ട് പോലും നിലനിർത്താൻ അവർക്കായിട്ടില്ല എന്നുള്ള നല്ല പിന്നോക്കം പോക്ക് UDFന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം LDFുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ അടിത്തറ പോറലേൽക്കാതെ ശക്തിപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. പോറലേൽക്കാതെ നിലനിൽക്കുന്നുവെന്ന് മാത്രമല്ല, പോറലേൽക്കാതെ ശക്തിപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ സ്വതന്ത്രനെ പിന്തുണക്കുന്നതിന്റെ ഭാഗമായി അവിടെ ലഭിച്ചത് അത് പാർട്ടിയുടെ രാഷ്ട്രീയ അടിത്തറയുടെ വോട്ടായിട്ട് കണക്കാക്കാൻ പറ്റുന്നതല്ല. രാഷ്ട്രീയമായ കണക്ക് പരിശോധിച്ചാൽ സ്വതന്ത്രൻ മത്സരിക്കുന്നതിന് മുമ്പ് 2011 അന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥി തന്നെയാണ് മത്സരിച്ചത്. കുറച്ച് വോട്ട് സ്വതന്ത്രന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടാവും. എങ്കിൽ പോലും വന്നു കിട്ടിയത് 60,773 വോട്ടാണ്. ഇതിന്റെ ഇടയിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളെ പരിശോധിച്ചാൽ 2009 അങ്ങേ തുടങ്ങുകയാണ്. നമുക്ക് 37,408 വോട്ടാണ് ഉണ്ടായിരുന്നത്. 37,408. 2014 MA ഷാനവാസ് മത്സരിച്ചപ്പോ 52,157 2019 രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോ 42,020. രണ്ടാമത്തെ പ്രാവശ്യം മത്സരിച്ചപ്പോ 2024 ഏതാണ്ട് അതേ വോട്ട് തന്നെയാണ് കിട്ടിയത്, 42,000-ലധികം. 2024 ഉപതെരഞ്ഞെടുപ്പ് പ്രിയങ്ക ഗാന്ധി മത്സരിച്ചപ്പോ അത് പിന്നൊരു ഉപതെരഞ്ഞെടുപ്പാണ് എന്നുള്ളതുകൊണ്ട് കൂടി 29,911 വോട്ടേ കിട്ടിയിട്ടുള്ളൂ. ഇതെല്ലാം ചേർന്ന് കണക്കാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനാവുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിലമ്പൂരിലെ രാഷ്ട്രീയമായ വോട്ട് ഏതാണ്ട് 40,000-അടുത്താണ്. അതിപ്രാവശ്യം 66,060 വർദ്ധിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ അടിത്തറ ശക്തിപ്പെടുത്തി നിർത്താൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നേരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കഴിഞ്ഞ 9 വർഷക്കാലത്തെ പ്രവർത്തനത്തിനിടയിൽ അവിടെ പ്രദാനം ചെയ്യുന്നത് സ്വതന്ത്രനായിരുന്നു. വലിയ വികസന പ്രവർത്തനങ്ങളാണ് ആ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നടത്തിയിരുന്നത്. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഗവൺമെന്റിന്റെ ഈ വികസന പ്രവർത്തനങ്ങളാകെ തന്റെ ഒരു വികസന പ്രവർത്തനത്തിന്റെ മഹിമയാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വോട്ടുകൾ നേടുന്നതിന് സാധിച്ചു എന്നാണ് ഞങ്ങളിപ്പോൾ കാണുന്നത്. അതായത് വികസന പ്രവർത്തനത്തെ തന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തി ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനം വന്നതിന് പകരം സ്വതന്ത്രനായിട്ട് മത്സരിച്ച് ജയിച്ച അൻവറിന്റെ വികസന പ്രവർത്തന പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് പ്രചരണം മുഴുവൻ നടത്തിയത്. അത് വോട്ട് അവർക്ക് ലഭിക്കുന്നതിനിടയാക്കിയിട്ടുണ്ട് എന്ന് ഞങ്ങളിപ്പോൾ കാണുകയാണ്. അത് സ്ഥായിയായി നിലനിൽക്കുന്ന ഒന്നല്ല.
താൽക്കാലികമായ ഒരു പിന്തുണ മാത്രമായിട്ടേ ഇതിനെ കാണാൻ സാധിക്കൂ. ഞങ്ങളെ സംബന്ധിച്ചെല്ലാം പരിശോധിച്ചപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിൽ ഗൗരവമായ പ്രത്യാഘാതം സൃഷ്ടിക്കുന്നതാണ് എന്നാണ് കാണുന്നത്. മുസ്ലിം ലീഗ് നേരത്തെ മതസംഘടനകളുമായി കൂട്ടിയോജിപ്പിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മുന്നോട്ടേക്ക് നയിക്കുന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. എന്നാൽ ഇന്നത് മതരാഷ്ട്രവാദികളുമായി സഖ്യം ചേരുകയും അവരുടെ മുദ്രാവാക്യങ്ങളും കാഴ്ചപ്പാടുകളും സ്വീകരിച്ചുകൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. മതരാഷ്ട്രവാദികളുമായുള്ള ഈ ബന്ധം മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ആളുകളെ തന്നെ മതരാഷ്ട്രവാദികളുടെ കൈകളിലേക്ക് എത്തിക്കുകയാണ് അനന്തരഫലം എന്നത് UDF, പ്രത്യേകിച്ച് ലീഗ്, ഇപ്പോഴ് പരിഗണിക്കുന്നില്ല. ഇത് കേരളത്തിന്റെ മതനിരപേക്ഷ സമൂഹത്തെ ഗൗരവതരമായി ബാധിക്കുന്ന ഒന്നാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമുമായിട്ടുള്ള അവരുടെ കൂട്ടുകെട്ടിനെ മതവിശ്വാസികൾ തന്നെ രംഗത്തിറങ്ങി പ്രതിഷേധിച്ചത്. ഞാൻ മതവിശ്വാസികൾ എന്ന് ബോധപൂർവമാണ് ആ പദം ഉപയോഗിച്ചത്. മതവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവരല്ല, മതവിശ്വാസികൾ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ മതരാഷ്ട്രവാദത്തെ ശക്തിയായി എതിർക്കുന്ന തലത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇത് സ്വാഭാവികമായ ഒരു സംഭവം തന്നെയാണ്. ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ ഹിന്ദുരാഷ്ട്രവാദം, ഹിന്ദുത്വ, സവർക്കർ മുന്നോട്ടേക്ക് വെച്ച ഹിന്ദുത്വവാദത്തിനെതിരെ മതനിരപേക്ഷ ഉള്ളടക്കത്തിനു വേണ്ടി വാദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഹിന്ദുമത വിശ്വാസിയായ മഹാത്മാഗാന്ധി തന്നെയായിരുന്നു എന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ്. മൗലാന അബ്ദുൽ കലാം ആസാദ് നല്ല പരിചയമുള്ളൊരു പേരാണ്. ഇസ്ലാമിക മതരാഷ്ട്രവാദങ്ങൾക്കും ശക്തിയായ എതിർപ്പ് സ്വീകരിച്ച സമീപനം നമ്മൾ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് കണ്ടതാണ്. ഇത്തരത്തിൽ മതവിശ്വാസികളായ ജനതയെ മതരാഷ്ട്രവാദികളുടെ കൈകളിലേക്ക് എത്തിക്കുന്ന പ്രശ്നം സജീവമായി ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ടേക്ക് വെക്കുന്നു. ഇതിനെതിരായി മതവിശ്വാസികളായ ജനത രംഗത്ത് വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാ മതവിശ്വാസികൾക്കും ഒന്നായി ജീവിക്കാൻ കഴിയുന്ന കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷം അത് തകർക്കുന്നതിനു വേണ്ടിയാണ് ഈ കൂട്ടുകെട്ട് രൂപപ്പെടുന്നത്. ഇതിനെ ശക്തിയായി നേരിടേണ്ടത് ജനാധിപത്യ മതനിരപേക്ഷ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ നന്നായി വായിക്കുകയും പഠിക്കുകയും എഴുതുകയും ചെയ്യുന്നവരായി മാറിയ ഒരുപാട് രാഷ്ട്രീയ നേതാക്കളെ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ കാലം മുതൽ ഇങ്ങോട്ട് എല്ലാവർക്കും അറിയാം.
നമ്മുടെ ജനാധിപത്യ സമൂഹത്തിന് തന്നെ അത് വളരെ പ്രധാനപ്പെട്ട മുതൽക്കൂട്ട് കാണുവാനും ദേശീയ പ്രസ്ഥാനത്തിലെ നേതാക്കളെല്ലാം ഇത്തരത്തിലുള്ള രീതി കാത്തുസൂക്ഷിച്ചവരാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ ഇന്ത്യയെ കണ്ടെത്തലും വിശ്വചരിത്രാവലോകനവും എല്ലാം ഇത്തരമൊരു സംസ്കാരത്തിന്റെ ഭാഗമായി ഉയർന്നു വന്നതാണ്. കേരളത്തിൽ സഹ VMSന്റെ തന്നെ നിരവധി ഗ്രന്ഥങ്ങൾ, സ്വാതന്ത്ര്യസമര ചരിത്രം ഉൾപ്പെടെ ഈ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് രൂപപ്പെട്ട് വന്നത്. സ്വരാജ് സ്ഥാനാർത്ഥിയായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് വന്നപ്പോൾ കാര്യങ്ങൾ വായിക്കുകയും പഠിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഫലപ്രദമായി നിലപാടുകൾ വിശദീകരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ നല്ലപോലെ ആ മണ്ഡലവും കേരളവും അദ്ദേഹത്തെ അംഗീകരിച്ചു. എന്നാൽ ചില ബുദ്ധിജീവികളും UDF എടുത്ത നിലപാട് വളരെ വിചിത്രമാണ്. നിലമ്പൂരിലെടുത്ത നിലപാട് വായിക്കുകയും പഠിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്നത് മഹാ അപരാധമാണ് എന്ന നിലയിൽ UDFും ഞാൻ ഈ പറഞ്ഞ വിഭാഗം ആളുകളും സാംസ്കാരിക കേരളത്തിലെ തന്നെ അപമാനം സൃഷ്ടിക്കുന്ന ക്യാമ്പയിനാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. കേരളത്തിലാകമാനം സംസ്കാരത്തെയും വായനയെയും കുറിച്ച് പ്രസംഗിച്ച് നടക്കുന്ന ചില പ്രൊഫസർമാർ ഉൾപ്പെടെ ഇക്കാര്യം പറഞ്ഞു കേട്ടപ്പോൾ വലതുപക്ഷ രാഷ്ട്രീയം എത്രത്തോളമാണ് സാംസ്കാരിക മേഖലയെ അപഹാസ്യമാക്കുന്ന രീതിയിൽ ഇവരുടെ ഇടപെടൽ എന്നത് നമുക്ക് നല്ലപോലെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. UDFന്റെ പ്രമുഖ നേതാക്കളും ഞാൻ ഈ പറഞ്ഞ ബുദ്ധിജീവികളെ വായനയെയും അതുപോലെ തന്നെ എഴുത്തിനെയും എന്താ പ്രയോജനം എന്ന ചോദ്യം അതേപോലെ UDFന്റെ പ്രമുഖ നേതാക്കളും ഏറ്റുപിടിച്ചു എന്നുള്ളത് ഏത് കേരളത്തെയാണ് ഇവർക്ക് താൽപര്യം എന്നതിന്റെ ദൃഷ്ടാന്തമായിട്ടാണ് കാണേണ്ടത്. യഥാർത്ഥത്തിൽ സാംസ്കാരിക കേരളം ഇത്തരം പ്രചരണങ്ങൾക്കെതിരെ രംഗത്ത് വരേണ്ടതായിട്ടുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നിരവധി എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും സജീവമായി അവരുടെ സാന്നിധ്യം അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് സ്വരാജിന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. സ്വരാജിനെ വ്യക്തിപരമായി ആക്രമിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങളെ ശക്തിയായി എതിർത്തുകൊണ്ട് തന്നെയാണ് ഇവരും എല്ലാവരും പ്രവർത്തിച്ചിട്ടുള്ളത്. അവിടെ ചർച്ച ചെയ്യപ്പെട്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ ഒന്ന് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച വർഗീയതയ്ക്കെതിരായിട്ടുള്ള ആഴത്തിലുള്ള ചർച്ചയും ഫലപ്രദമായ ക്യാമ്പയിനുമാണ്. രണ്ട്, കേരളത്തിന്റെ സമഗ്ര വികസനവുമായിട്ട് ബന്ധപ്പെട്ട നവകേരളത്തെ പറ്റിയുള്ള ചർച്ചയാണ്. LDF സർക്കാർ വലിയ തോതിലുള്ള വികസനം കേരളത്തിനാകമാനവും നിലമ്പൂരും സംഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നോക്കം നിൽക്കുന്ന
മണ്ഡലങ്ങളിൽ സവിശേഷ പ്രാധാന്യത്തോടെ ഇത് നടത്തുന്നതിന്, വികസന പ്രവർത്തനം നടത്തുന്നതിന് ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നേട്ടങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നിപ്പോ വ്യക്തമായിട്ടുണ്ട്. അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു കാര്യം. വന്യമൃഗ പ്രശ്നം കേരളത്തിന്റെ പല മേഖലയിലും, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ വലിയ പ്രശ്നമായിട്ട് ഉണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നം നിലമ്പൂരും അനുഭവിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ കഴിയാവുന്ന മുഴുവൻ സമീപനവും സ്വീകരിച്ചുകൊണ്ട് ജനങ്ങൾക്കൊപ്പം അടിയുറച്ചു നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ഈ ഭാഗം ഗൗരവപൂർവ്വം പരിഗണിക്കുന്നേയില്ല. വന്യജീവി മനുഷ്യ സംഘർഷം പരിഹരിക്കുന്നതിനു വേണ്ടി നേതൃത്വപരമായ പങ്ക് വഹിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റാണ്. കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നയങ്ങൾ യഥാർത്ഥ ബോധ്യമുള്ള ഒന്നല്ല. ഇവിടെ UDFകാരും അൻവർ ഉൾപ്പെടെയുള്ള ആളുകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റിന്റെ പരിമിതിക്കകത്തു നിന്നുകൊണ്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്യാനും, അതുപോലെ മലയോര മേഖലയിലെ ഈ പ്രദേശങ്ങളിലാകെ ജാഗ്രതയോടുകൂടിയുള്ള ഒരു ജനകീയ മുന്നേറ്റം ജനകീയമായ രീതിയിൽ രൂപപ്പെടുത്താനും സാധിക്കേണ്ടതുണ്ട് എന്നാണ് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഞങ്ങൾ പരിശോധിച്ച വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, സംഘടനാ രംഗത്തുള്ള ദൗർബല്യങ്ങൾ ശരിയായി പരിശോധിച്ച് നല്ല രീതിയിൽ വരുത്തേണ്ടുന്ന തിരുത്തലുകൾ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് തന്നെ ഞങ്ങൾ കണ്ടത്. അത്തരത്തിലുള്ള തിരുത്തലുകൾക്ക് വേണ്ടി സംഘടനാപരമായ തയ്യാറെടുപ്പ് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ചേർന്ന് കൈകാര്യം ചെയ്യണം എന്നും തീരുമാനിച്ചിട്ടുണ്ട്. വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം നിലമ്പൂര് പാർട്ടിക്കെതിരായി എക്കാലവും വലതുപക്ഷ മാധ്യമങ്ങൾ പ്രചരണം നടത്താറുണ്ട്. ഇന്ന് EMSനെയും AKGയെയും എല്ലാം അവരുടെ മരണത്തിന് ശേഷം ലോകത്ത് തന്നെ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികളാണ് എന്ന അർത്ഥത്തിൽ അവരെ വിലമതിക്കാനും അവരെ കൂടി ഉപയോഗിച്ച് വർത്തമാന കാലഘട്ടത്തിലെ പാർട്ടിയെ എതിർക്കാനും മാധ്യമങ്ങൾ ശ്രമിക്കാറുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ അനുഭവമാണ്. ഏത് പാർട്ടിയെ സംരക്ഷിക്കാനാണോ അവരുടെ ജീവിതം തന്നെ സമർപ്പിച്ചത്, അവരെ കൂടി ഉപയോഗപ്പെടുത്തി പാർട്ടിയെ ദുർബലപ്പെടുത്താനാണ് ഇപ്പോഴീ വലതുപക്ഷ ശക്തികൾ, മാധ്യമങ്ങൾ ഉൾപ്പെടെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം പരമ്പരയുടെ തുടർച്ചയായി നേരത്തെ
കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമ കൂട്ടായ്മ സജീവമായി കേരളത്തിൽ നിലനിന്നിരുന്നു. അവർ ഉയർത്തിയ പ്രചരണങ്ങൾക്കെല്ലാം അതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് LDF ഭരണത്തിലും തുടർ ഭരണത്തിലും എത്തിയിട്ടുള്ളത്. കേരളം 2 തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ പോകുന്ന സവിശേഷമായ ഈ സാഹചര്യത്തിൽ UDFന്റെ അകത്ത് മാധ്യമങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്നതുപോലെ UDFന്റെ ഭാഗമായിട്ടുള്ള പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ മുൻ നേതാവുമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന വാക്ക് പോരാട്ടങ്ങൾ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ CPIMന്റെ അകത്തും പ്രശ്നങ്ങളുണ്ട് എന്ന് വരുത്താൻ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രചാരവേല ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അതിന്റെ 3ാം ടേമിലേക്ക് നീങ്ങും എന്ന അവസ്ഥയുള്ളപ്പോഴാണ് ഈ പ്രചാരവേലക്ക് ആക്കം കൂട്ടുന്നത്. പാലക്കാട്, ചേലക്കര, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുകൾ ഭരണവിരുദ്ധ വികാരം എന്ന് കുട്ടി ഘോഷിച്ച് പ്രചരണം നടത്തിയവർക്ക് വസ്തുതാപരമായിട്ട് മനസ്സിലായി ഭരണവിരുദ്ധ വികാരത്തെ അടിസ്ഥാനപ്പെടുത്തി വോട്ടുകൾ വിഭജിക്കുന്നില്ല. ഇത് വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. അവരിതിങ്ങനെ നിരന്തരം പറയുന്നുണ്ടെങ്കിലും ആ പറയുന്നതിന്റെ ഭാഗമായിട്ട് അവരാഗ്രഹിക്കുന്ന രീതിയിൽ വോട്ട് വിഭജിക്കുന്നില്ല. അപ്പോൾ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ എന്ന് വരുത്തി ആ രീതിയിൽ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ വരുത്താൻ അല്ലെങ്കിൽ ഉണ്ട് എന്ന് പ്രചരിപ്പിക്കാൻ ഇപ്പോൾ ശ്രമം നടത്തിയിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത് പുത്തരിയായ ഒരു കാര്യമല്ല. സെക്രട്ടറിക്കെതിരായിട്ടുള്ള വിമർശനം എന്ന് പറയുന്നത് പാർട്ടിക്കെതിരായിട്ടുള്ള വിമർശനമാണ് എന്ന് ഞങ്ങൾക്ക് പണ്ടേ അറിയാം. ഇപ്പോഴേ പാർട്ടി സെക്രട്ടറിക്കെതിരായിട്ട് എന്ന് പറയുന്ന വിമർശനം പാർട്ടിക്കെതിരായ വിമർശനമാണ് എന്ന് പാർട്ടിക്ക് മുമ്പേ അറിയാം. അതിവിടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിമാരായിട്ട് വന്ന എല്ലാവരും കൃത്യമായിട്ട് അനുഭവിച്ചതുമാണ്. ആ ഒരു ചരിത്രബോധമെല്ലാം ഞങ്ങൾക്കെല്ലാം ഉണ്ട്. സമ്മേളന കാലയളവിൽ വലിയ പ്രചരണത്തിനു വേണ്ടി ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അവരാഗ്രഹിച്ചതുപോലെ ഒരു കാര്യവും അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ല. സമ്മേളനം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഗൗരവമുള്ള പഠനാർഹമായ സമ്മേളനമാക്കി രൂപപ്പെടുത്താൻ പാർട്ടിക്ക് ആകെ സാധിച്ചിട്ടുണ്ട്. ചിലരെല്ലാം അത്തരത്തിലുള്ള ഘട്ടത്തിലും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും സമ്മേളന വിജയം അവരെ വായ അടപ്പിക്കുന്ന ഒന്നായി മാറി. ഇത്തരത്തിൽ വീണ്ടും പ്രചരണവുമായി ചില മാധ്യമങ്ങൾ രംഗത്ത് വരികയാണ്. പാർട്ടി സെക്രട്ടറിയെ സംസ്ഥാന കമ്മിറ്റിയിൽ ഒന്നടങ്കം വിമർശിച്ചു, പിണറായി വിജയൻ ശാസിച്ചു തുടങ്ങിയ പരമ്പരകളാണിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. തെറ്റായ വാർത്തകൾ
ഫോട്ടോ സഹിതം വെച്ച് തയ്യാറാക്കിയ ആളുടെ പേരുൾപ്പെടെ വെച്ച് പ്രസിദ്ധീകരിക്കുകയാണ് പത്രങ്ങൾ. അത് ഒരു ശരിയായ രീതിയല്ല. അത് തികച്ചും തെറ്റായ ഒരു സമീപനമാണ്. ഇപ്പോഴ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ചേർന്ന് ഇവിടെ ഒരു പ്രവർത്തക യോഗം പാർട്ടി സംഘടിപ്പിക്കുകയുണ്ടായി. ആ സംഘടിപ്പിച്ച യോഗത്തിൽ സഖാവ് പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, എനിക്കെതിരായി വലിയ രീതിയിൽ കടന്നാക്രമണം നടത്തി എന്ന ധ്വനിപ്പിക്കുന്ന വാർത്ത മാതൃഭൂമി പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ, മറ്റു പത്രങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തി വരികയുണ്ടായി. ഫോട്ടോ അടുത്തം വെച്ചുകൊണ്ടാണ് ആ വാർത്ത വന്നത്. എനിക്കെതിരായ ഒരു പരാമർശവും സഖാവ് പിണറായി വിജയന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. ഇല്ലാത്ത കളവായ വാർത്ത മാതൃഭൂമി പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ഉൾപ്പെടെ വന്നു എന്നത് പിന്നെ ചാനലിലൊക്കെ വന്നിട്ടുണ്ട്. കളവാണ്, സത്യവിരുദ്ധമായ ഒന്നാണ്. അത്തരത്തിലുള്ളൊരു കാര്യം ആ പ്രവർത്തക യോഗത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നില്ല എന്ന് സഖാവ് പിണറായി തന്നെ വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതിനുശേഷം പിന്നെ എവിടെയാ ചൂണ്ടിക്കാണിക്കണ്ടേ? പിന്നെ ഇന്നലെ ഓരോന്നായിട്ട് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു. ധൃതിപ്പെടണ്ട. മറ്റു സാറിന് ഞാൻ ധൃതിപ്പെടുന്നാണല്ലോ പറയുന്നത്, നിങ്ങൾ ധൃതിപ്പെടണ്ട. ഇന്നലത്തെ മാതൃഭൂമി പത്രത്തിൽ ഫ്രണ്ട് പേജിൽ എന്റെ ഫോട്ടോ വെച്ചൊരു വേറൊരു വാർത്ത, മിനിഞ്ഞാന്നല്ല ഇന്നലെ തന്നെ, അത് വളരെ വന്നിട്ടില്ല, ഇന്നുകൊണ്ട്. ആ വാർത്ത എന്താ? സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നേതാക്കൾ, ചില പത്രത്തിൽ പേരെന്നെ പറഞ്ഞു, ഇളമരം കരീമും പി രാജീവും സെക്രട്ടറിക്കെതിരായിട്ട് ആഞ്ഞടിച്ചു. അങ്ങനൊരു സംഭവമേയില്ല, അങ്ങനെ ഒരു വിമർശനയില്ല. ഇവർ രണ്ടുപേര് മാത്രമല്ല, ഒരാളും വിമർശനം ഉന്നയിച്ചിട്ടില്ല. അപ്പൊ എന്താ ഉന്നം? വ്യാജ വാർത്ത സൃഷ്ടിക്കുക, എന്നിട്ട് ഏതെങ്കിലും രീതിയിൽ ഇത്തരമൊരു പ്രശ്നം കേരളത്തിലാകെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു വഴിമരുന്ന് ഇട്ടുകൊടുക്കുക. പാർട്ടി വിരുദ്ധമായ നിലപാടാണ്. വ്യക്തിപരമായിട്ട് സെക്രട്ടറിയോ അല്ലെങ്കിൽ ഞാനോ എന്നുള്ളതല്ല, പാർട്ടിക്കെതിരായ അതിശക്തിയായ രീതിയിലുള്ള ബോധപൂർവമായ ഒരു ഇടപെടലാണ് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഈ സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിച്ചു, പാർട്ടി സംസ്ഥാന കമ്മിറ്റി പരിശോധിച്ച് ഞങ്ങൾ തീരുമാനിച്ചത് ഈ തെറ്റായ വാർത്തക്കെതിരായ ശക്തിയായ നിയമ നടപടികൾ സ്വീകരിക്കണം എന്നാണ്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഏകകണ്ഠമായി തീരുമാനിച്ചു. മാതൃഭൂമി, മനോരമ, ഈ രണ്ട് പത്രങ്ങളും തെറ്റായ ഈ വാർത്ത ബോധപൂർവം പാർട്ടിക്കെതിരായി ചമച്ചുണ്ടാക്കിയിട്ടുള്ള ഈ കാര്യം നിയമപരമായിട്ട് കൈകാര്യം ചെയ്യണം എന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഏകകണ്ഠമായിട്ട് തീരുമാനിച്ചു. ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്തും പറയാം, എന്തും ചെയ്യാം, അതിനൊക്കെ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന രീതിയിലാണ് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ആ പ്രചരിപ്പിക്കുന്ന നിലപാടിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന്റെ സംസ്ഥാന കമ്മിറ്റി ശക്തിയായ രീതിയിൽ പ്രതിഷേധിക്കുകയാണ്. നിയമപരമായിട്ട് അതിനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ചെയ്തിരിക്കുക. ഇതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട്
പറയാനുള്ളത്. പറഞ്ഞത് ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അഭിപ്രായ സ്വാതന്ത്ര്യം പാർട്ടിയുടെ മേലെ കുതിര കയറാനല്ലോ. അഭിപ്രായ സ്വാതന്ത്ര്യം അഭിപ്രായം പറയാനുള്ളതല്ലേ. നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ മതി. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ അകത്ത് ഇങ്ങനെ ചർച്ച ചെയ്തു എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? എന്താ അവകാശം? അത് ഇടയ്ക്ക് ചോദിച്ചുകൊണ്ടാ പറഞ്ഞു. നമുക്ക് ചോദ്യത്തിലൊന്നും ഒരു പ്രശ്നമില്ല. ചോദ്യത്തിന് മുഴുവൻ കേട്ടിട്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുള്ളൂ. അതിന് ഭയപ്പെടുകയൊന്നും വേണ്ട. ആയിക്കോട്ടെ. ഇനി അടുത്തൊരു കാര്യം, RSSന്റെ അഖിലേന്ത്യാ നേതാവ്, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മോഹൻ ഭഗത് കഴിഞ്ഞാൽ അതിന്റെ രണ്ടാമത്തെ സ്ഥാനക്കാരനാണ് ദത്താത്രേയ ഒസുബാല. അതന്നെ ദുസബാലെന്നോ ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള രണ്ടാമത്തെ ആള് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന നിലപാടായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന മതനിരപേക്ഷതയും സോഷ്യലിസവും ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ നിന്ന് മാറ്റണം എന്ന് ഇപ്പോഴും പറഞ്ഞിരിക്കുകയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടതാണിത് എന്ന വാദമാണ് അവർ മുന്നോട്ടേക്ക് വെക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന നിലപാടുകളിൽ മാറ്റം വരുത്താൻ പാടില്ല എന്ന വിധിയാണ് കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന കാര്യങ്ങളാണ് സമത്വത്തിന്റെയും മതനിരപേക്ഷതയുടെയും, എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടനയിൽ ഉൾച്ചേർത്തിരുന്ന ഒന്ന് തന്നെയാണ്. മൗലികാവകാശത്തിൽ ഉൾപ്പെട്ടതാണ് സമത്വവും അതുപോലെ മതനിരപേക്ഷതയും. ഭരണഘടന ഉൾക്കൊണ്ട ഈ പൊതുവായ കാഴ്ചപ്പാട് അതിന്റെ പ്രിയാമ്പിളിൽ ഉൾപ്പെടുത്തി എന്നുള്ളത് മാത്രമാണ് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഉണ്ടായത്. അല്ലാതെ മൗലികമായ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടില്ല. പക്ഷെ അതും അനുവദിക്കില്ല. പ്രിയാമ്പിളിൽ വരുത്തിയ ഈ മാറ്റം അനുവദിക്കുന്നതല്ല എന്ന നിലപാടാണിപ്പോ സ്വീകരിക്കുന്നത്. ഭരണഘടനാപരമായ മൗലികാവകാശത്തിന്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിച്ച സോഷ്യലിസത്തിന്റെയും സമത്വത്തിന്റെയും ഏത് മതത്തിൽ വിശ്വസിക്കാനുള്ള അവന്റെ അവകാശത്തെയും മതനിരപേക്ഷ ഉള്ളടക്കത്തെയും ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി RSS എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ വീണ്ടും ആവർത്തിച്ച് ഏതെങ്കിലും ഒരു MLA MP എന്നല്ല, ഒരു RSSന്റെ സംഘപരിവാറിന്റെ ഏറ്റവും പ്രമുഖനായ നേതാവ് ഇപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന്റെയും സമത്വത്തിന്റെയും മതനിരപേക്ഷതയുടെയും ഉള്ളടക്കത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, മുമ്പേ RSS അത് തന്നെയായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിപ്പോഴ് വീണ്ടും ശക്തിയായിട്ട് ഉന്നയിക്കുന്നത് മതരാഷ്ട്ര സിദ്ധാന്തം ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ മതനിരപേക്ഷതയും പറ്റില്ല, സോഷ്യലിസവും പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നിലപാടുകൾ ശക്തിയായിട്ട് എതിർക്കപ്പെടേണ്ടതാണ് എന്ന കാര്യം കൂടി ഇതിന്റെ ഭാഗമായിട്ട് പറഞ്ഞു വെക്കുക. ഇതാണ് പൊതുവായിട്ട് പറയാനുള്ളത്. ഞങ്ങളിപ്പോ ആ രീതിയിലൊന്നും അല്ല അതിനെ കണ്ടത്. 9 കൊല്ലക്കാലം അവിടെ MLA ആയി പ്രവർത്തിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധി എന്ന രീതിയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ സ്വാഭാവികമായിട്ടും അതിന്റെ മുൻകൈ MLAക്ക് ഉള്ളതാണ്. പക്ഷെ അത് പാർട്ടിയുടേതായ മുൻകൈയിൽ നടക്കുന്ന പ്രവർത്തനം എന്നതിന് പകരം MLAയുടേതായ പ്രവർത്തനമാണെന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമം അദ്ദേഹത്തിന് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം അത്രയേ ഉള്ളൂ. അല്ലാണ്ട് എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ 66,660 വോട്ട് കിട്ടൂല്ലോ. ഇനി നമുക്ക് നോക്കാം പ്രതിരോധിക്കേണ്ടത്. കഴിഞ്ഞു വന്നിട്ട് അതല്ലേ പറഞ്ഞ രാഷ്ട്രീയ അടിത്തറയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. നമുക്ക് ഗുണമുണ്ടായേ. ഞാൻ കണക്കെല്ലാം വിശദീകരിച്ചല്ലോ. അതെന്താ ഉൾക്കൊള്ളാൻ കഴിയാതെ നിങ്ങൾക്ക്? 40,000 വോട്ടിന്റെ ചുറ്റുവട്ടത്തിലാണ് അവിടുത്തെ പാർട്ടി വോട്ട്. 40,000 വോട്ട് അതെന്തോ വളരെ പെട്ടെന്ന് അത് മാറ്റാൻ ശ്രമിക്കും.
40,000 വോട്ടിന്റെ ചുറ്റുവട്ടത്തിലാണ് അവിടെ നമ്മുടെ രാഷ്ട്രീയ വോട്ട്. അതിപ്പോൾ 66,660 എത്തി എന്നുള്ളത് വലിയ മുന്നേറ്റമല്ലേ പാർട്ടിയെ സംബന്ധിച്ച്. രാഷ്ട്രീയ പോരാട്ടത്തിൽ അതാണ് ഞാൻ ആദ്യം മുതലേ പറഞ്ഞല്ലോ, രാഷ്ട്രീയ പോരാട്ടമാണ് നടത്താൻ ഉദ്ദേശിച്ചത്. അല്ല, അൻവറിന് കുറെ വോട്ട് പിടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ കുറച്ചധികം പിടിച്ചു എന്നാണ് നമ്മൾ കണ്ടത്. അത്ര കണ്ടാ മതി. അല്ല, ഘടകമായതുകൊണ്ടല്ലേ ഇനിയിപ്പോൾ അത് പറയുന്നത്. ഘടകമായിരുന്നു. അല്ല, ഞങ്ങളുടെ വോട്ട് പിടിച്ചിട്ടുണ്ട് കുറച്ച്. ഞാനത് അന്നും പറഞ്ഞാണ്. അതിലിപ്പം പുതിയ വാദമൊന്നും വേണമെന്നില്ല. ഒന്നും കിട്ടാൻ സാധ്യത ഉണ്ടായിട്ടില്ല. സാധ്യത ഉണ്ടെങ്കിൽ ഒരു 66,660 വോട്ട് കിട്ടൂല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ് നിങ്ങളുടെ മനസ്സിൽ വെക്കണം, 40,000 വോട്ടിന്റെ ചുറ്റുവട്ടത്തിലുള്ള രാഷ്ട്രീയ വോട്ടുള്ള ഒരു മണ്ഡലം. ആ മണ്ഡലത്തിൽ ഞങ്ങൾക്ക് ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ 66,660 വോട്ട്, ഞാൻ ആവർത്തിക്കുന്നില്ല, അത്രയും വോട്ട് കിട്ടിയല്ലോ. അതാ ഭദ്രമായ ഒരു അടിത്തറ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് അവിടെ നേടാനായി. അത് സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ്. വികസന നേട്ടങ്ങളെല്ലാം ചേർത്തുകൊണ്ട് ഞാൻ കിട്ടിയത്. അല്ലെങ്കിൽ ഈ വോട്ടൊന്നും കിട്ടില്ല. ഞാൻ കണക്കല്ലേ പറഞ്ഞു ഞങ്ങളോട് ഇത്ര വരെ. അത് ശ്രദ്ധിച്ചില്ലേ? പറയണോ എങ്ങനെയാ അടിത്തറ വോട്ട് എന്നുള്ളത് ഞാൻ പറയണോ? അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ള വോട്ടിങ്, അതിനു മുമ്പ് നടത്തിയിട്ടുള്ള ഓരോ കൊല്ലം നടത്തിയിട്ടുള്ള വോട്ട് അല്ല ഞാൻ പറഞ്ഞല്ലോ ഇവിടെ. അപ്പോ മറ്റേ 60,000 വോട്ട് കിട്ടുമ്പോൾ സ്വതന്ത്രനാണ്. പാർട്ടി എന്ന രീതിയിൽ മത്സരിക്കുന്ന, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ തനിച്ച് മത്സരിക്കുന്ന സന്ദർഭത്തിലൊക്കെ ഈ പറഞ്ഞ ചുറ്റുവട്ടത്തിലാണ് വോട്ട്. അതെ അതെ ചെയ്തു. അത്രയും വർഷമൊന്നും ആയിട്ടില്ലല്ലോ. അത്രയൊന്നും വർഷമായിട്ടില്ല. അതെ, അതുകൊണ്ടെന്താ, നിലമ്പൂർ നിയോജകമണ്ഡലം പോലെയുള്ള മുഴുവൻ മണ്ഡലമാണോ 140 മണ്ഡലം? കഴിഞ്ഞുകൊണ്ടല്ലേ ഈ വോട്ട് കിട്ടിയത്. 29,000 വോട്ട് കിട്ടിയിരുന്ന് 66,000 വോട്ട് കിട്ടിയത് എങ്ങനെയാ? നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ? 29,000 വോട്ടല്ലേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. 29,000. ഇവിടെ ഇപ്പൊ എത്ര കിട്ടി? അത് ഈ പറഞ്ഞ എല്ലാ അർത്ഥത്തിലുള്ള ഇടപെടലിന്റെയും ഭാഗമായിട്ട് കിട്ടിയതല്ലേ 66,000-ലധികം വോട്ട്. ഇമാതിരി വോട്ട് വർധനവ് കേരളത്തിലെ എല്ലാ മണ്ഡലത്തിലും വന്നാൽ പിന്നെയുണ്ടല്ല UDF-ന് സീറ്റ് ഉണ്ടാവില്ല. അത് നിങ്ങൾ നല്ലപോലെ മനസ്സിലായിക്കോ. ഇതുപോലുള്ള മാർജിൻ വോട്ട് കേരളത്തിലെ 140 മണ്ഡലം ഉണ്ടല്ലോ, 140 മണ്ഡലത്തിൽ വന്നാൽ ഇവിടെ UDF-ന്റെ സീറ്റിന്റെ സ്ഥിതി നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോ, സർവേ എടുത്തിട്ട്. അങ്ങനെ കുറെ വോട്ട് കൂടി ചേർത്താൽ വലിയ തിരിച്ചടി ചെയ്യും. പിന്നെ വേറെ എന്തെന്ന്? അൻവറിന് കിട്ടിയ വോട്ടിന്റെ അകത്ത് ഞങ്ങളെ വോട്ട് കൂടി ഉണ്ടെന്നല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. അതാണ് കാര്യം. ആയി. എന്താ ഉദ്ദേശിക്കുന്നത്? ആർക്ക്? കോൺഗ്രസിന്റെ ഒപ്പം? കോൺഗ്രസിന്റെ ഒപ്പം തന്നെയാണ് അൻവർ ഉള്ളത്. അന്നും അതെ, ഇന്നും അതെ, നാളെ അതെ. ഞാൻ അതിൽ ആദ്യമേ പറഞ്ഞില്ലേ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വഞ്ചിച്ചു പോയ വഞ്ചകനായ ഈ അൻവർ UDF-ന് വേണ്ടിയിട്ടാണ് കളം മാറിയത്. അത് കാണണ്ടേ? ആ വഞ്ചകനായ അൻവറിന് വോട്ട് നേടാൻ കുറച്ച് സാധിച്ചു. അത് വലിയ രീതിയിലൊന്നുമല്ല, കുറച്ച് വോട്ട് നേടാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും സ്വതന്ത്രമാർക്ക് കുറെ വോട്ട് കിട്ടുമല്ലോ, അതിന് കുറച്ചും കൂടി അധികം കിട്ടിയിട്ടുണ്ട്. ഞാനല്ലേ സംഘടനാപരമായ ദൗർബല്യം, അത് ഞാൻ നേരത്തെ പറഞ്ഞു. പറയുമ്പോൾ ശ്രദ്ധിക്കാണ്ട് വേറെ എന്തോ ആലോചിച്ചിട്ട് എഴുതുകയും കുറിക്കുകയും ചെയ്തിട്ട് പറഞ്ഞിട്ട് വരായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങളുടെ സംഘടനാ ദൗർബല്യം ഞങ്ങൾ അവിടെ താഴെ വരെ പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തും എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് തിരുത്തും. ആര്?
ഓ അതന്നെ അതന്നെ. അല്ല ഞങ്ങളതിനെ പറ്റി വിലയിരുത്തേണ്ട കാര്യമില്ല. അപ്പോൾ തന്നെ ഞാനും സംസാരിച്ചിട്ടുണ്ട്. അന്ന് ഇവിടെ തന്നെയല്ലേ സംസാരിച്ചത്. അതിനുശേഷം മുഖ്യമന്ത്രി പിണറായിയും സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരിച്ചതന്നെ അവസാനം. അതിനുശേഷം ഒരു ചർച്ചയും അതിന്റെ മേലെ നടത്തേണ്ട കാര്യമില്ല. മാത്രമേ ഓ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ തലമുടി കിടക്കുകയല്ലേ അതിന്റെ മുടിയിലേ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ സാർവദേശീയ ദേശീയ രാഷ്ട്രീയ കാര്യങ്ങളും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് നിരവധിയായ ആശയങ്ങൾ പരസ്പരം കൈമാറിയിട്ടുണ്ട്. അതിനെല്ലാം മറുപടി പറഞ്ഞ് കൃത്യമായി സമ്മേളനം അല്ലെ കമ്മിറ്റി ഏകണ്ഠമായി ഞാൻ ഈ പറഞ്ഞ രേഖ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കുറച്ചിട്ടില്ല, ഒറ്റ വോട്ടും കുറച്ചിട്ടില്ല. ഉറപ്പായിട്ട് കൂട്ടിയിരുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇപ്പൊ അങ്ങനെ ഇപ്പൊ ഓരോന്നൊരു പരിശോധിക്കട്ടെ, അതെല്ലാം പരിശോധിക്കാം നമുക്ക്. അല്ല ശരിക്കും പറ്റിയത് മൊത്തം പരിശോധിച്ചതിന്റെ ഇല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇത്രയും കാര്യം. ശരി, ഇരുത്തേണ്ടതെല്ലാം തിരുത്തും. ഇത് നിങ്ങൾക്കൊരു റേറ്റിംഗ് കൊടുക്കാൻ വേണ്ടിയില്ലേ നാളെ മനോരമക്ക് ഫ്രണ്ട് പേജിൽ വീഴ്ച പറ്റി എന്ന് പറയാനല്ലേ? തിരുത്തും. ഇല്ല, അതിപ്പോ നിങ്ങളോട് പറയാൻ പറ്റില്ല. നിങ്ങളോട് പറയാനുള്ള തിരുത്തലൊന്നും അല്ലല്ലേ. ഞങ്ങൾ സംഘടനാപരമായ തിരുത്തലാണ്. നിങ്ങളോട് വേണ്ട ഞങ്ങൾ തിരുത്താൻ പോകുന്നത്. ഇല്ല, ഒന്നുമില്ല, ഒരു കമ്മിറ്റിയും ഇല്ല. ഞങ്ങൾ തന്നെ നല്ലോണം പഠിച്ചിട്ടുണ്ട്. അവിടെ ഇലക്ഷൻ വർക്കിന്റെ ഭാഗമായിട്ട് പഠിച്ചിട്ടുണ്ട്. പരാജയത്തിന്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കുമില്ല, പാർട്ടി സെക്രട്ടറിക്കുമില്ല, പാർട്ടിക്കുമല്ല. അവിടെയുള്ള സ്ഥിതിയാണ് ഞാൻ നേരത്തെ വിശദീകരിച്ചത്. ഇനിയിപ്പം പാർലമെന്റ് ഉത്തരവാദിത്തം ഇന്നാക്കാണെന്ന് പറയാൻ വേണ്ടിയിട്ട് വാർത്ത ഉണ്ടാക്കാനില്ലേ? നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കാം. നിങ്ങൾ വാർത്തയൊന്നും ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അത് ഞാൻ ഉറപ്പായിട്ട് പറയാം. നിങ്ങൾ എന്ത് വാർത്ത ഉണ്ടാക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ അടിസ്ഥാനരഹിതമായ വാർത്ത ജനാധിപത്യ സമൂഹത്തിന്റെ അകത്ത് കെട്ടിച്ചമച്ചുണ്ടാക്കിയാൽ അതിനെതിരായ ശക്തിയായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. അത് ഉറപ്പായിട്ട് പറയും. വീഴ്ച പറ്റി ഞങ്ങൾക്ക് ഇല്ലാതെ വോട്ടുണ്ടാക്കാൻ പറ്റുമോ? എവിടെയെങ്കിലും വീഴ്ച പറ്റുന്ന അവിടെ അതിലെ ഞാൻ പറഞ്ഞത് ഇല്ലാതെ കൊണ്ട് വോട്ടില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ മുഴുവൻ കണക്കൊന്നും കൂടെ പറഞ്ഞില്ലേ? എന്നിട്ട് ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക. 60,000 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ട് 40,000 ചുറ്റുവട്ടത്തിലല്ലേ? അതെ, പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം, ഓരോന്നും പറഞ്ഞുതരാം. അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടിന്റെ ഒരു ശരാശരി എടുത്ത് പരിശോധിച്ചു. 40,000 ചുറ്റുവട്ടത്തിലാണ് ഞങ്ങളുടെ വോട്ട് ഒറ്റക്ക് മത്സരിക്കുമ്പോൾ. ആ മത്സരിക്കുന്ന വോട്ടിന്റെ അപ്പുറത്ത് കടക്കാൻ സാധിക്കുന്നതും ജയിക്കാൻ സാധിക്കുന്നതും എന്തുകൊണ്ടാണ്? വോട്ട് നേടാൻ സാധിക്കുന്ന സ്വതന്ത്രന്മാരെ കൂടി ചേർത്ത് വോട്ട് ചെയ്യുമ്പോഴാണ് അടുത്ത വട്ട ജനാധിപത്യ മുന്നണിക്ക് ജയിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാധ്യതയല്ലല്ലോ ഇപ്പോഴുള്ളത്. രാഷ്ട്രീയ പോരാട്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആദ്യം തന്നെ പറഞ്ഞല്ലോ രാഷ്ട്രീയ പോരാട്ടമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 40,000 ചുറ്റുവട്ടത്തിൽ നിന്ന് 66,660 എത്താൻ സാധിച്ചത് രാഷ്ട്രീയമായ മികവ് തന്നെയാണ്. മുഖ്യമന്ത്രിയുടെയും സെക്രട്ടറിയുടെയും പാർട്ടിയുടെയും ശക്തമത്തായ ഇടപെടലിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. സ്ഥാനാർത്ഥിയുടെയും ശരി. സംശയം ചോദിച്ചു. അസംബന്ധം പറയുന്നതിനോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല. അതിനൊന്നും മറുപടിയുമില്ല. അസംബന്ധം പറയുന്ന, അതായത് കേരളത്തിലെ മുഴുവൻ ആളുകളും അതുപോലെ തന്നെ നിലമ്പൂരും പൂർണ്ണമായിട്ട് അംഗീകരിച്ച ഒന്നാണ്. അല്ല, അധികം സംശയം വേണ്ടല്ലോ. ഇപ്പൊ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഓരോരോ സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതിനാ. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDF കാര്യങ്ങളോ പറയുന്നതല്ല, ഞങ്ങൾക്ക് നിർത്താൻ പറ്റിയ ഏറ്റവും കൃത്യമാർന്ന ഒരു സ്ഥാനാർത്ഥിയാണ് സ്വരാജ്. പക്ഷേ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളന റിപ്പോർട്ടിൽ അവൈലബിൾ സെക്രട്ടറിക്ക് പോലും പങ്കെടുക്കുന്നില്ലെന്ന് പറഞ്ഞൊരു നേതാവിനെ അതല്ല, ഞങ്ങൾ സ്വയം വിമർശനപരമായിട്ട് പലതും കാണും, പറയും, തിരുത്തും കേട്ടാ. നിങ്ങൾ ഏതോ ഒരു കാലത്തുള്ള അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്തില്ല പറഞ്ഞിട്ട് അതും പറഞ്ഞാൽ നടന്നോ? നിങ്ങളവിടെ വന്നാൽ മതി. ഞങ്ങൾ അവിടെ നിന്നെല്ലാം മാറി. ഞങ്ങൾ അവിടെ നിന്നെല്ലാം എത്രയോ മുന്നോട്ടേക്ക് പോയി. എല്ലാ അവൈലബിൾ സെക്രട്ടേറിയറ്റിലും പങ്കെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. നല്ല തിരുത്തൽ വരുത്തിക്കൊണ്ട് മുമ്പോട്ടേക്ക് പോവാണ്. നിങ്ങൾ അന്നേരേ ഉള്ളിടത്ത് നിങ്ങൾ നിൽക്കുക, അവിടെ നിന്നാ മതി. കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞത്. ഇനി സംശയം എന്താ പറയാം? റിപ്പോർട്ടുകാരന്റെ സംശയം ചെയ്യുന്നില്ല. എത്രയാ കിട്ടിയത്? അല്ലേ, അതിനെക്കാട്ടും കൂടുതലല്ലേ 66,660.
ഏന്നാ അതിനെക്കാട്ടി കുറവായത് എന്താ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതാ ഞാൻ അറൗണ്ടായിട്ട് പറഞ്ഞു നേരത്തെ പറഞ്ഞ കേട്ട സംശയം ചോദിച്ചത് വിചാരിക്കും 90,000 കിട്ടിയെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. വെറുതെ പറഞ്ഞു. ശരി, മതിയാക്കും. മതി. എന്ത്? അതൊരു പേരല്ലേ. അതായത് കായികവും മാനസികവുമായ ഒരു ഉല്ലാസം രൂപപ്പെടുത്താൻ വേണ്ടി പുതിയ തലമുറയിൽ ശരിക്കും പറഞ്ഞാൽ വാമിംഗ് അപ്പാണ്. സ്പോർട്സ് അറിയുന്നവരുണ്ടോ ഇതിന്റെ അകത്ത്? അറിയാമല്ലോ. വാമിംഗ് അപ്പാണ് എന്ന് പറഞ്ഞാൽ വിവിധ ശരീരത്തിന്റെ അവയവങ്ങളെ ഫലപ്രദമായിട്ട് ഒരു പ്രത്യേക രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകാൻ പ്രാപ്തമാക്കുന്നതാണ് വാമിംഗ് അപ്പ്. ഇപ്പോൾ ഫുട്ബോൾ, വോളിബോൾ, അത്ലറ്റ്സ് ഉൾപ്പെടെയുള്ളതിലെല്ലാം നമ്മൾ ഇടപെടുമ്പോൾ അതിന്റെ ആദ്യത്തെ ഒരു മസിൽ കൃത്യത വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശാരീരിക ക്ഷമതയ്ക്ക് വേണ്ടി നടത്തുന്ന ഒന്നാണത്. അത്രയേ അതിനെ കാണേണ്ടിയുള്ളൂ. അത് മ്യൂസിക്കെല്ലാം ചേർത്ത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ വാമിംഗ് അപ്പാണ്. അതുണ്ടാവും. എതിരായിട്ടുള്ള സംഘടനകളുടെ അവരെ ബോധ്യപ്പെടുത്തുക, പരസ്പരം മനസ്സിലാക്കുക, എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നമുക്ക് ചെയ്യുകയും ചെയ്യാം. അതിലൊന്നും നമ്മളിപ്പോ ഏകപക്ഷീയമായോ ഏകാധിപത്യപരമായ ഒരു നിലപാടൊന്നും ചെയ്യുന്നു. വേണ്ടവർക്ക് ചെയ്യാം, ചെയ്യാതിരിക്കുന്നവർ ചെയ്യാതിരിക്കട്ടെ. കായികക്ഷമതയുടെ കാര്യം ഇത്. കായികക്ഷമത ഏറ്റവും കുറഞ്ഞ കുട്ടികളുള്ള ഒരു സംസ്ഥാനം നമ്മുടെ കേരളം. അപ്പോൾ കായികക്ഷമത ശക്തിപ്പെടുത്തണം. അതിനിപ്പോ നമ്മള് യോഗയുണ്ട്. യോഗ എന്താ? യോഗ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ പറയുന്ന ഡാൻസ് ഉപയോഗിക്കാം. മറ്റ് വിവിധ രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അത് അത്ര കണ്ടാൽ മതി. അത് വേണ്ടവരത് ഉപയോഗിക്കട്ടെ, വേണ്ടാത്തവർക്ക് ഉപയോഗിക്കണ്ട. അത്രയും. ഞാനിപ്പോ കൃത്യമായിട്ട് പറഞ്ഞു, ഇത് ഒരു കായിക സംസ്കാരത്തിന്റെ ഭാഗമാണ്. ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തിലേക്ക് പുതിയ തലമുറയെ നയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശരിക്കും പറഞ്ഞ ഒരു വാമപ്പാട്ട്. അത് ചിലർക്ക് എതിർപ്പുണ്ട്. എതിർപ്പുള്ളവർക്ക് വേണ്ട, എതിർപ്പില്ലാത്തവർ ചെയ്തു പോട്ടെ. അത്രയേ കാണും. VS-ന്റെ ആരോഗ്യത്തിന് നേരത്തെ ഒരു ബുള്ളറ്റ് ഇറക്കിയിരുന്നു. അതിൽ കാര്യമായ എന്തെങ്കിലും പ്രശ്നം നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്നില്ല. എന്നാൽ വലിയ പുരോഗതിയിലാണ് എന്ന് പറയാനും സാധിക്കുന്നതല്ല. സ്ഥിതി സ്റ്റേബിളാണ് എന്നാണ് അവർ പറഞ്ഞത്. ഡോക്ടർമാരെല്ലാവരും മുഖ്യമന്ത്രി ചർച്ച ചെയ്തു. ഞങ്ങളെല്ലാം ദൈനംദിനം പോയി ബന്ധപ്പെടുമ്പോഴൊക്കെ അതാണ് പറയുന്നത്. അതാണ് കാര്യം.